എനിക്ക് വന്നൊരു കമൻറ്റാണ് നമ്മളുടെ വീഡിയോയ്ക്ക് ആധാരം. ആക്ച്വലി ഇതിങ്ങനെയല്ല പറയേണ്ടത്, എന്നാലും ആ കമൻറ്റിനൊരു മറുപടി കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. മന്നത്ത് പത്മനാഭൻ എഴുതിയത് മോശമാണെങ്കിൽ കത്തിച്ച് കളയണമെങ്കിൽ മകന്റെ ഭാര്യയെ പ്രാപിച്ച കഥ എന്ത് ചെയ്യണം? 6 മാസം പ്രായമുള്ള കുട്ടി വലുതാകുമ്പോൾ ഞാൻ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ പുസ്തകം എന്ത് ചെയ്യണം? ഭാര്യയെ വഞ്ചിച്ച് അടിമയെ പ്രാപിക്കാൻ ആയത്തിറക്കുന്ന പുസ്തകം എന്ത് ചെയ്യണം? അതും കത്തിക്കണം എന്ന് പറയാൻ ധൈര്യമില്ല. മന്നത്ത് പത്മനാഭൻ പറഞ്ഞത് വളരെ ചെറിയ ഒരു കാലം കേരളത്തിൽ നിലനിന്ന ഒരു സാമൂഹിക രീതിയാണ്. അതിന് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു, അത് എക്കാലവും പിന്തുടരേണ്ടത് എന്ന് ആരും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഈ സനാതനം എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും മാറ്റാൻ പറ്റാത്ത കുറേയധികം കാര്യങ്ങളാണ് സനാതനം. ശരി, മന്നത്ത് പത്മനാഭൻ ഒരു റോൾ മോഡലാണ്. നിങ്ങൾ മുഹമ്മദ് നബിയെ മന്നത്ത് പത്മനാഭൻ്റെ താലി ചെയ്യണം. എടോ, ലോകം കണ്ടത് വെച്ച് ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യനെയാണ് നിങ്ങൾ ഒരു നല്ല മനുഷ്യൻ്റെ കൂടെ ടാലിയപ്പ് ചെയ്യുന്നത്. മന്നത്ത് പത്മനാഭൻ ഇവിടെ കിടക്കുന്നു, മുഹമ്മദ് നബി ഇവിടെ കിടക്കുന്നു. മുഹമ്മദ് നബിയുടെ ജീവിത രീതികൾ ഫോളോ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണെന്ന് എഴുതി വെച്ച ആ സുന ഒന്നുകൊണ്ടൊന്ന് കാണിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ ഒരിക്കലും ഫോളോ ചെയ്യരുത് എന്നോ ചെയ്യണമെന്നോ എവിടെയും പറഞ്ഞതായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാനും പഠിച്ചു, എൻ്റെ പൂർവ്വപിതാക്കന്മാരും ഒക്കെ പഠിച്ചു, അവിടെ എങ്ങും ഇങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇൻഫാക്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന് 13 വിവാഹം ഉണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചുവട് പിടിച്ച് ഞാനും കുറേ സഞ്ചരിച്ചിട്ടുണ്ട്, ഞാനും കുറേ പറഞ്ഞിട്ടുണ്ട്. എനിക്കും ഒരുപാട് വിവാഹം കഴിക്കുന്നതിനോടൊന്നും യോജിപ്പില്ല. ഇത് പറയുമ്പോൾ നമുക്കുള്ള പ്രശ്നങ്ങളോട് നമ്മൾ തിരിച്ചറിയണം. നിങ്ങളുടെ ചരിത്രത്തിലും പുരാണത്തിലുമുള്ള അത്രയും വൈകൃതമൊന്നും ഇപ്പുറത്തില്ല. ഉണ്ടോ? മുഹമ്മദ് നബി 4 വിവാഹം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞു? അന്നത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അത് നിഷ്കർഷിച്ചു. ഇന്ന് അങ്ങനെ ഒരു സാഹചര്യമില്ല. സ്ത്രീകളാണ് കൂടുതൽ എങ്കിൽ, പുരുഷന്മാർ കുറവാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ തർക്കമില്ല, തെറ്റില്ല എന്നാ പറഞ്ഞത്. വേണമെങ്കിൽ കേട്ടാൽ മതി, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ചെയ്താൽ മതി. നിർബന്ധമില്ല. മാത്രവുമല്ല, ഒരു ഓപ്ഷൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുത്തിക്കയറ്റി ഒരു കാര്യം വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ആദ്യത്തെ ഭാര്യ സമ്മതിക്കണം. ആദ്യത്തെ ഭാര്യയുടെ സമ്മതമില്ലാതെ വിവാഹം കഴിച്ചാൽ വൈഗമി തന്നെയാണ് ഇസ്ലാം മതത്തിൽ. അല്ലാതെ തന്നിഷ്ടപ്രകാരം പോയി ചെയ്യാനൊക്കത്തില്ല. സ്ത്രീക്കുള്ള പവറിൻ്റെ 1% പോലും ആണിനില്ല എന്നുള്ളത് വസ്തുത. പണ്ഡിതന്മാർ ചവിട്ടി പിടിച്ചു വെച്ചിരിക്കുന്ന എനിക്കൊന്നും പറയാനൊക്കത്തില്ല. സ്ത്രീക്ക് ഫസഹ് പറയാം, കുല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് രണ്ടും പറയാം. ഇത് രണ്ടാമത്തത് പറയുകയാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് പണമോ അല്ലെങ്കിൽ മഹർ എന്ന രീതിയിൽ എന്തെങ്കിലും സമ്മാനങ്ങളോ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് മറ്റത്. അതങ്ങനെ ചെയ്യാം. മറ്റേതെന്ന് പറയുന്നത്, അതായത് ഫസഹ് എന്ന് പറയുന്ന സാധനം വേണ്ട എന്ന് നമ്മൾ ഉപേക്ഷിക്കുന്ന ഫസഹ് കുല, ഇത് രണ്ടുമാണ്, തെറ്റിപ്പോകരുത്. ഫസഹ് കുല ഇങ്ങനെ 2 സിസ്റ്റമാണ് സ്ത്രീകൾക്ക്. അവർക്ക് തലാഖ് ആണെങ്കിൽ ഇവിടെ പെണ്ണുങ്ങൾക്ക് 2 വിഭാഗമാണ്. തലാഖിൻ്റെ ചിട്ട രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന മോദിജിയാണ് ഈ 1, 2, 3 എന്നുള്ള കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. മുത്തലാഖ് നിയമം, അതായത് തലാഖ് നിയമം അങ്ങനെ ചുമ്മാ പറഞ്ഞു പോകാൻ ഒക്കത്തില്ല. ഇതിന് സമയപരിധി കൊടുത്തിട്ടുണ്ട്, 3 കാലഘട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഇസ്ലാമിൽ തന്നെയുണ്ട്. അതുകൊണ്ട് മുഹമ്മദീയ നിയമം എന്തോ തിരുത്തിയിട്ടുണ്ട്, ഇങ്ങനെ എന്തോ സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധവും നുണയുമാണ്. ചുമ്മാ തലാക്ക് പറയാൻ ഒക്കത്തില്ല. ഇത്ര സാക്ഷികൾ വേണം. ആ സാക്ഷികൾക്ക് ബോധ്യപ്പെടണം കാരണം എന്താണ് എന്നുള്ളത്. 2, പെണ്ണ് ഗർഭിണിയാണെങ്കിൽ പറ്റത്തില്ല. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ചെലവിന് കൊടുക്കണം. പെണ്ണിന് കൊടുക്കേണ്ടത് എന്താണോ അത് കൃത്യമായി കൊടുത്തേ പിരിച്ചുവിടാൻ പറ്റുള്ളൂ. ഇവിടെ കേസ് 10 കൊല്ലം പറഞ്ഞാൽ മാത്രം കിട്ടുന്ന സംഗതി വളരെ ഈസി ആയിട്ട് അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് ചുരുക്കം. പിന്നെ 2ാമത്തെ കേസ് ഫസഹ് എന്നുള്ളത് സെക്ഷുവലി സാറ്റിസ്ഫൈഡ് അല്ല, യാതൊരു രീതിയിലും ആഹാരമോ വസ്ത്രമോ അവൾക്ക് കിട്ടേണ്ട രീതിയിലുള്ള ഒന്നും തന്നെ കൊടുക്കാത്ത ഒരു വ്യക്തിയെ ഇത്ര ദിവസത്തിനുള്ളിൽ ദൂരെ എടുത്ത് കളയാമെന്നുള്ള നിയമം പെണ്ണിന് കൊടുത്തിരിക്കുന്നതാണ്. അവിടെയും മറ്റ് നിയമങ്ങൾ ബാധകമാണ്. ചെലവിന് കിട്ടുക, ജീവനാംശം കിട്ടുക എന്നുള്ളതാണ്. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണമെങ്കിൽ അവൾക്ക് അവൾ അർഹിക്കുന്ന രീതിയിലുള്ള തത്തുല്യമായ മഹർ കൊടുക്കാതെ അവളെ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അങ്ങനെ നിസ്സാരമായിട്ട് ഓടിക്കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാം, 101 രൂപ കൊടുത്ത് എടുത്തുകൊണ്ട് പോകാം എന്നുള്ളതല്ല. അതിന് നിങ്ങൾ യോനി കൂലി എന്നൊക്കെ പറയും. അത് സ്വന്തം അപ്പം വിറ്റ് ജീവിക്കുന്ന കുറേ പെണ്ണുങ്ങൾ പറയുന്നതാണ് യോനി കൂലി എന്നുള്ളത്. അങ്ങനെ ആരെങ്കിലും കുറച്ച് പൈസ കൊണ്ട് തന്നാൽ നിങ്ങളെ മക്കളെ കൊടുക്കുമോ? ഇല്ല. ഹലാലായ ഇണയായി തുണയായി കാലങ്ങളോളം വെച്ച് സൂക്ഷിക്കാം. ഞാൻ എൻ്റെ പാതിയായി, എൻ്റെ ഇണയായി ഞാൻ അവളെ കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയല്ലേ കേട്ടിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ പറയുന്ന കണക്ക് യോനി കൂലി കൊടുത്ത് കൊണ്ടുപോകുന്ന രീതിയൊന്നും ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള മതമാണത്. അതുകൊണ്ട് പെണ്ണുങ്ങൾ ആരെങ്കിലും 10ഉം 16ഉം കല്യാണം കഴിച്ച് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരേ സമയം 5 പേരെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ നിങ്ങൾക്കുണ്ട് 5 പേരെ. അവിഹിതം അത് ഏറ്റവും കൂടുതലുള്ളത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലാണ്. ഇപ്പോഴുള്ള ഹിന്ദുമത വിശ്വാസികളെയല്ല പറഞ്ഞത്. നിങ്ങളുടെ ഈ ചരിത്ര പുരുഷന്മാരുടെ കഥകൾ എടുത്തു നോക്കി അതിനകത്താണ് ഏറ്റവും കൂടുതൽ അവിഹിതമുള്ളത്. സീത എങ്ങനെ കിട്ടി? കലപ്പ കൊണ്ട് ഉഴുതുപ്പോൾ ഒരു പെട്ടിക്കകത്തുനിന്ന് പാടത്തുനിന്ന് കിട്ടിയതാണ് സീതയെ. എങ്ങനെ പാടത്ത് വന്നു? പാടത്ത് കൊച്ചുണ്ടായ പോട്ടെ. അയ്യപ്പൻ്റെ ചരിത്രം എടുത്തു നോക്ക്. എങ്ങനെയാണ്? അതെങ്ങനെയാണ്? കാട്ടിൽ നിന്ന് കിട്ടിയതാണ്. എങ്ങനെയാണ് കാട്ടിലേക്ക് വന്നത്? ആണും തമ്മിൽ കല്യാണം കഴിച്ചപ്പോൾ ഉണ്ടായ കുഞ്ഞാണ് അതെന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോരോ കാര്യം ഓരോരുത്തരുടെ കേസ് എടുത്താലും എല്ലാത്തിലും ഉണ്ട് ഈ പറയുന്ന സംഗതികളൊക്കെ തന്നെ. അപ്പോൾ ഇത്രയും വൈരുദ്ധ്യമാർന്ന ഒരു സംഗതി നിങ്ങൾക്കിരിക്കുമ്പോൾ നിങ്ങൾ ജീവിച്ചിരുന്ന ഒരു വ്യക്തി ചെയ്ത നല്ല കാര്യങ്ങളെ ഏറ്റവും ഇകഴ്ത്തി പറയുന്നത് നിങ്ങളുടെ രീതിയാണ്. അതിന് നമുക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ്. പിന്നെ മകൻ്റെ കല്യാണം, ദത്തുപുത്രൻ്റെ ഭാര്യയെ അദ്ദേഹം ഉപേക്ഷിക്കപ്പെട്ട പെണ്ണുങ്ങൾക്ക് ജീവിതം കൊടുക്കുക എന്നൊരു ചട്ടരീതി കൊണ്ടുവരുമ്പോൾ അവിടെ മകൻ ഉപേക്ഷിച്ചതാണെങ്കിൽ പോലും അതൊരു പെണ്ണാണ്. അവൻ ഉപേക്ഷിച്ചത് തന്നെയല്ലേ? ഭാര്യ ഉപേക്ഷിച്ചാൽ പിന്നെ വേറൊരു
ഒരുത്തൻ കല്യാണം കഴിച്ച് അവനുമായി ജീവിതം നയിച്ച ശേഷം മാത്രമേ, പിന്നെ അവർക്ക് വേണ്ട എങ്കിൽ മാത്രമേ അടുത്ത് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്നൊരു രീതി കൊടുക്കുന്നു. ലോകത്തെ ഏതെങ്കിലും പുരുഷൻ അംഗീകരിക്കുമോ ഭാര്യയെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ? അതാണ് ഈ തലാഖിൻ്റെ ഒരു ഏറ്റവും വലിയ മോശപ്പെട്ട വശം. നമ്മളൊരു ദേഷ്യത്തിൽ കഴിഞ്ഞാൽ 1 ചെല്ലി 2 ചെല്ലി 3 ചെല്ലി മുത്തലാഖെന്ന് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീയെ തിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. കളിവട്ടമല്ല അത്. അത്രയും സിവിയറായ, സീരിയസ് ആയ, കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം എന്നത് ഏറ്റവും പ്രീഷ്യസ് ആയ ഒരു കാര്യമാണെന്നും അതിന് അതേ രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ല എങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ദോഷവശങ്ങൾ ഉണ്ട് എന്നും പറഞ്ഞിരിക്കുന്ന ഒരു ഇതിനെ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ അവഹേളനപരമായി നിങ്ങൾ പറയുന്നെങ്കിൽ ഒന്നും പറയാനില്ല. പിന്നെ 6 വയസ്സുള്ള കൊച്ചിൻ്റെ കല്യാണം, ഞാൻ മുൻപേ പറഞ്ഞ ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹം നടന്നിട്ടുള്ളത് 50-60 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്. UCC കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ മടിക്കുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. എന്തുകൊണ്ടെന്നറിയാമോ? അത് ബാധിക്കപ്പെടുന്നത് അവർക്ക് മാത്രമാണ്, മറ്റുള്ളവർക്ക് അതൊന്നും പ്രശ്നമില്ല. ഇവിടെ ബ്രിട്ടീഷുകാർ 10 വയസ്സ്, ആൺകുട്ടികളുടെ വയസ്സ് 10-ൽ നിന്ന് 11 ആക്കിയപ്പോൾ അവിടെ കിടന്ന് ബഹളം വെച്ച ആൾക്കാർ വിട്ടിട്ടുണ്ട്. ബാലഗംഗാധർ തിലകൻ ഉൾപ്പെടെ ഒരു 100 എണ്ണം ഉണ്ട്. ബഹളം വെപ്പായിരുന്നു, എനിക്ക് 11 തന്നെ കിട്ടണം, 11-ൽ എന്ത് തോന്നുകൂടോ ആണുങ്ങൾക്ക്. ഇപ്പോൾ കൂടെ ഒരു കഥ ഇങ്ങനെ നടക്കുന്നുണ്ട്. 11 വയസ്സിൽ വിവാഹം കഴിച്ച ഒരുത്തൻ ഭാര്യയുടെ സമ്മതത്തോടു കൂടി, ഭാര്യയുടെ സപ്പോർട്ടോടു കൂടി പഠിച്ച് ഡോക്ടറായ ഒരു കഥ. അപ്പോൾ ഇന്നും 11 വയസ്സിൽ വിവാഹം കഴിക്കുന്നവരുണ്ട് ഇന്ത്യയിൽ എന്നാണ്. 100 വർഷമൊന്നും വേണ്ട, 50 വർഷം മുമ്പ് കടന്ന ഒരു കാര്യമാണ് ആ പറഞ്ഞത്. ഈ 6 വയസ്സിൽ വിവാഹം എന്നുള്ളത് 9 വയസ്സിലാണ് അവർ വീട് കൂടിയെന്ന് പറയും. 9 വയസ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മച്ചിയമ്മ കല്യാണം കഴിച്ചത് 12ാമത്തെ വയസ്സിലാണ്. 13ാമത്തെ വയസ്സിൽ ആദ്യത്തെ കുട്ടി ഉണ്ടായി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് ഒരു 100 വർഷം മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. അതെങ്ങനെ ഉണ്ടായി? അപ്പോൾ അങ്ങനെ ഒരു 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഗതിയിൽ അതുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം എന്താ ഒളിച്ചു വയ്ക്കുന്നത്? തന്നെക്കാൾ 22 വയസ്സ് മുതിർന്നൊരു സ്ത്രീയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. അതെന്താ പറയാത്തെ? അദ്ദേഹം ജീവിതം കൊടുത്ത സ്ത്രീകൾക്കൊക്കെ തന്നെ നല്ല ഏജുണ്ട്, വിധവകളായിരുന്നു അധികവും. എന്താ അദ്ദേഹം വിചാരിച്ചാൽ ചെറുപ്പക്കാരികളെ കിട്ടത്തില്ലയോ? വിവാഹം കഴിച്ച് അർമാദിക്കാനാണെങ്കിൽ ചെറുപ്പക്കാരികളെ കിട്ടാതിട്ടാണോ? അങ്ങനെയാണോ? അങ്ങനെയല്ല. അപ്പോൾ അതൊരു ജീവിത രീതി തന്നെയാണ്, അത് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. വിധവകൾക്ക് ജീവിതം കൊടുക്കുന്നത് സുന്നത്താണ് എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമില്ല. ഇന്ന് ഏത് ചെറുപ്പക്കാരന് അത് തയ്യാറാകും? വിധവ എന്ന് പറഞ്ഞാൽ 20 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ മുഖം ചുളിക്കുന്ന രീതിയിൽ TT ഫാമിലി ആളുകളെടുത്ത് ചുടുക്കുന്നത് കാണുന്നില്ലേ? എന്താണ് അവർ ചെയ്ത തെറ്റ്? അത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ഒരിക്കലും 13 കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടില്ല, 4 നിജപ്പെടുത്തിയിട്ടുണ്ട്. 4 മാക്സിമം 4 പേരെയും തുല്യരായി പരിഗണിക്കാനും തുല്യമായി ലൈംഗിക സംതൃപ്തി കൊടുക്കാൻ തയ്യാറുള്ളവൻ ചെയ്താൽ മതി എന്നാണ്. അങ്ങനെ ചെയ്യാൻ കൊടുക്കാൻ ആരെ കൊണ്ട് പറ്റും? ഒരേപോലെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഇനി അങ്ങനെ കുതിരശക്തിയുള്ളൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ആദ്യത്തെ ഭാര്യയുടെ സമ്മതം നിർബന്ധമാണ്. ആദ്യത്തെ ഭാര്യ സമ്മതിച്ചോ? ഏതെങ്കിലും ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിനെ ഷെയർ ചെയ്യാൻ സമ്മതിക്കൂ? ബഷീറുടെ കാര്യത്തിൽ എന്താണ് നടക്കുന്നത്? മൂത്തോള് സമ്മതിച്ചു. മൂത്തോള് നിറച്ച സമ്മതിക്കുന്നുണ്ട്. 3 എണ്ണത്തിന് അവൻ വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് അവൾ സമ്മതിച്ചു കൊടുക്കുന്നു. എന്നിട്ട് തെറിവിളി ആർക്കാ കേൾക്കുന്നത്? വന്ന് കയറിയ പെണ്ണ്. ആ പെണ്ണെന്ത് തെറ്റ് ചെയ്തു? അവളെയും വിവാഹം ഹലാലായല്ലേ അവൻ കഴിച്ചത്, മൂത്തവളുടെ സമ്മതത്തോടുകൂടി. കുറ്റക്കാരി ആരാ? മൂത്തവള് തന്നെയാണ്, അവനുമാണ്. ആ പെങ്കൊച്ചാണ് തെറി മുഴുക്ക കേൾക്കുന്നത്. നമ്മുടെ സാമൂഹിക വ്യവസ്ഥ ഇതൊന്നും ഇപ്പോൾ അക്സെപ്റ്റബിൾ അല്ല. നാരായണഗുരു വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതല്ല, നാരായണഗുരുവിൻ്റെ പെങ്ങൾ പോയി കൂട്ടിയിട്ട് വന്നത്. ഈ ലോകമുണ്ടിൽ അങ്ങനെയുള്ള സിസ്റ്റം. പെങ്ങൾ താലി കെട്ടിയാൽ മതി. ആ പെങ്ങൾ കൊണ്ടുവന്ന കൊച്ചിൻ്റെ വയസ്സ് എത്രയെന്നറിയാം? 5 വയസ്സാണ്. മുഹമ്മദ് നബിയെ കാട്ടി 1 വയസ്സ് താഴെ. 6 വയസ്സുകാരി കല്യാണം കഴിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അതാരാണെന്നറിയാം? വിവേകാനന്ദ സ്വാമിയുടെ ചേട്ടന, അങ്ങേരുടെ ഗുരുവ. അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ ആ വയസ്സ് ഓക്കെ ആയിരുന്നു. പോട്ടെ. പുലെ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ റിഫോമറാണ്. അതായത് ഈ സമൂഹത്തിൽ വിദ്യാഭ്യാസം കൊണ്ടുവന്ന മനുഷ്യനാണ്. അത് പ്രത്യേകിച്ച് താഴ്ന്ന വിഭാഗക്കാർക്ക് വേണ്ടി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതാണ് ഈ പുലെയുടെ ഭാര്യയുടെ വയസ്സ് എത്രയായിരുന്നു? വിവാഹപ്രായം 13 വയസ്സായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അദ്ദേഹത്തിന് 12-13 വയസ്സ്, അവർക്കും 12-13 വയസ്സായിരുന്നു. അത് കുഴപ്പമില്ല. ഈ ഒരു 100 വർഷം മുമ്പ് വരെ 1800-കളിൽ പോലും ഇവിടെ നിലനിന്നിരുന്ന ഒരു ഇതാണ് ഈ ശൈശവ വിവാഹങ്ങൾ. ഇവിടെ ശൈശവ വിവാഹങ്ങൾ നിർത്തലാക്കിയ ബ്രിട്ടീഷുകാർ, അവർക്കായിരുന്നു ആ ബോധം ഉണ്ടായിരുന്നു. അവർക്കിടയിലും അത് ഉണ്ട് എന്നുള്ളത് വസ്തുത. പക്ഷേ അവരത് നിയമം മൂലം നിരോധിച്ചു. അപ്പോൾ അതിനെയാണോ നിങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം പറഞ്ഞു? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഒന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ആരും ഇത് കാലാന്തങ്ങളോടെ വേണമെന്ന് പറയുന്നില്ലെന്ന്. ആണോ? പിന്നെ ഈ സനാതനം എന്ന വാക്കിൻ്റെ മീനിങ് എന്ന് പറഞ്ഞുതരാമോ? ഒരിക്കലും മാറ്റാൻ കഴിയാത്ത സംഗതമാണ്. ഈ മാറ്റാൻ പറ്റാത്ത സംഗതം എന്താണെന്ന് അറിയാമോ? ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമുള്ള ഒരു മതമായിട്ടാണ് ഹൈന്ദവ മതത്തിനെ അവർ ക്രോണീകരിച്ച് വെച്ചിട്ടുള്ളത്. അതിനെതിരെയാണ് ഇവിടെ പല ലഹളകളും നടന്നത്. മലബാർ കലാപം അത് തന്നെയാണ്. അന്ന് ഒരു പാണനെ പറയനെ പൊലേനെ കൊന്നതായിട്ട് ചരിത്രമില്ല. കൊല നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആർക്കൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി കുമാരനാശാൻ്റെ കവിത വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ അത് വായിക്കേണ്ട ബോധമുണ്ട്, അത് വായിക്കേണ്ട രീതിയുണ്ട്. ആ രീതിയിൽ വായിച്ചാൽ മാത്രമേ അത് മനസ്സിലാവൂ എന്നുള്ളത് വ്യക്തം. അപ്പോൾ ഈ കമൻറ്റിന് ഏകദേശം മറുപടി തന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കിത് കൂടുതൽ പറയാനുണ്ട്, പക്ഷെ താല്പര്യമില്ല. അടുത്തതിലേക്ക് പോകാം. സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിൻ മഹീഷ ഗ്രോ ബ്രാഹ്മണഭ്യ സുഖമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ശ്ലോകം. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: എല്ലാ പ്രജകൾക്കും സുഖം ഭവിക്കട്ടെ. സ്വസ്തി പ്രജാഭ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലേ? കൊള്ളാം. ധർമ്മത്തിന് നീതിക്കും വേണ്ടി രാജാക്കന്മാർ ഭരിക്കട്ടെ.
അതെന്ത് ഭരണ രാജാക്കന്മാർ മാത്രം ഭരിക്കുന്നു? ധർമ്മത്തിന് നീതിക്കും വേണ്ടിയിട്ട് ജനാധിപത്യമാണ് വേണ്ടത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യത്തിന്റെ വക്താവായ ഒരാൾ ഭരിക്കുന്നതിനെയാണ് ഈ പറയുന്ന ധർമ്മവും നീതിയും ഒക്കെ അവിടെ ഉണ്ടാവുക. ബ്രാഹ്മണരിൽ നിന്നും പശുക്കളിൽ നിന്നും അനുഗ്രഹം ലഭിക്കട്ടെ. പശുവാണോ ഇപ്പം അനുഗ്രഹിക്കുന്നത്? ബ്രാഹ്മണൻ അനുഗ്രഹിച്ചാലേ പറ്റൂ. ബാക്കിയുള്ള മനുഷ്യനിക്ക് യാതൊരു മൂല്യവും ഇല്ലെന്ന് അതിനകത്ത് തന്നെ ഇല്ലേടാ. ഈ ലോകത്തിന് മുഴുവൻ സുഖം ലഭിക്കട്ടെ. അങ്ങനെയാണോ? അങ്ങനെയല്ല. അത് ഞാൻ പഠിച്ചതിൽ ഈ ഒരു സംഗതി, സ്വസ്തി പ്രജാപ്യം പരിപാലയന്ത ന്യായേണ മാർഗേണ മഹിൻ മഹേഷ ഗ്രോ ബ്രാഹ്മണപ്യ സുഖമസ്തു നിത്യം ലോകാ സമസ്തോ സുഖിനോ ഭവന്തു എന്നാണ്. ലോകത്തിന് സുസ്ഥവും സുഖിനവും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിത്യവും ബ്രാഹ്മണനും പശുവിനും സ്വസ്ഥത ഉണ്ടാകണം എന്നുള്ളതാണ്. സ്വസ്തി പ്രജാപ്യം പരിപാലയന്ത, പ്രജകളെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് സ്വസ്ഥമായി പരിപാലിക്കണമെങ്കിൽ ന്യായത്തിൻ്റെ മാർഗത്തിൽ കൂടെ ഒരു രാജാവിന് ഇതിനെ ജനങ്ങളെ പരിപാലിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യം ഗ്രോ ബ്രാഹ്മണപ്യ സുഖമസ്തു നിത്യം, അതായത് ബ്രാഹ്മണനും പശുവിനും നിത്യവും സുഖമുണ്ടായി കൊടുക്കണം. അതായത് സുഖമസ്തു ഉണ്ടാക്കണം, സുഖമസ്തു ആയേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലോക സമസ്തോ സുഖിനോ ഭവന്തു എന്നാണ് ഞാൻ പഠിച്ചത്. നീ പഠിച്ചത് വേറെ രീതിയിലാണെങ്കിൽ എനിക്കൊന്നും പറയല്ല. എല്ലാ പ്രജകൾക്കും സുഖം ഭവിക്കട്ടെ എന്നാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. സ്വസ്തി പ്രജാപ്യം പരിപാലയം എന്താ നീ കളഞ്ഞോ? പ്രജകളെ പരിപാലിക്കണമെന്ന്, സ്വസ്ഥമായി പരിപാലിക്കണം എന്നുള്ളത് നീ അങ്ങ് കളഞ്ഞ. എടാ പൊട്ടത്തരം വിളിച്ച് പറയല്ലേ. പിന്നെ ധർമ്മത്തിന് നീതിക്കും വേണ്ടി രാജാക്കന്മാർ ഭരിക്കട്ടെ. മഹിൻ മഹേഷ്, അതെ ധർമ്മത്തിന്, അതായത് ന്യായേണ മാർഗേണ മഹിൻ മഹേഷന, ന്യായമായ മാർഗത്തിൽ കൂടെ ഭരണം നടത്തണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണരിൽ നിന്നും പശുക്കളിൽ നിന്നും അനുഗ്രഹം ലഭിക്കണം. അങ്ങനെയല്ലല്ലോ അത്. ഇവിടെ അനുഗ്രഹം എന്ന് എഴുതിയിരിക്കുന്നത് ഗോ ബ്രാഹ്മണ അഭ്യേ സുഖമസ്തു നിത്യം എന്ന് വെച്ചാൽ ബ്രാഹ്മണനും ഗോവിനും പിന്നെ പശുവിനും സുഖമസ്തു നിത്യം എന്ന് വെച്ചാൽ ദിവസവും അതിന് സുഖമുണ്ടായിരിക്കണം, അതിനെ സുഖമോടെ വെച്ചിരിക്കണം എന്നാണല്ലോ അവിടെ അനുഗ്രഹം എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിന്റെ ഒരു ട്രാൻസ്ലേഷൻ കഴിവ് സമ്മതിക്കാതെ പാടില്ല. ഈ ലോകത്തിന് മുഴുവൻ സുഖം ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ലോകാ സമസ്തോ സുഖിനോ ഭവന്തു എന്നാണ് അവിടെ ഉള്ളത്. ഈ ശ്ലോകം തുടങ്ങുന്നത് തന്നെ എല്ലാ പ്രജകൾക്കും സുഖം ഭവിക്കട്ടെ എന്നാണ്. ഞാൻ അങ്ങനെ ഒരു സാധനം കണ്ടില്ല. അയ്യോ കഷ്ടം തന്നെ. ബ്രാഹ്മണഭ്യ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരിൽ നിന്ന് എന്നാണ് അർത്ഥം. ബ്രാഹ്മണരിൽ നിന്നും പിന്നെ ഇതിൽ നിന്നും എന്നാണ് അർത്ഥം. കണ്ടു. അടിസ്ഥാന വിവരമുള്ള ഒരാളും അത് തെക്കായി വ്യാഖ്യാനിക്കത്തില്ല. പുതിയ സംഭവമാണ്, ഞാൻ മനസ്സിലായില്ല. പിന്നെ ഞാൻ ഇതൊക്കെ ഡിലീറ്റ് ചെയ്തെന്നൊക്കെ പുള്ളി എഴുതിയിട്ടുണ്ട്. ബ്രാഹ്മണരിൽ നിന്ന് സുഖം എന്ന് പറയുന്നത് അനുഗ്രഹം തന്നെയാണ്. ഇനി ഷെഫീന പറഞ്ഞതുപോലെയാണ് അർത്ഥം എന്ന് തന്നെ കരുതുക. ആദ്യത്തെ വരി സ്വസ്തി പ്രജാപ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സകല ജനങ്ങൾക്ക് സ്വസ്തി എന്നാണ്. സകല ജനങ്ങൾക്ക് സ്വസ്തി എന്നതല്ലടാ, സ്വസ്തിയായി ജനങ്ങളെ ഭരിക്കാൻ. അതിനെന്തിനാ ഈ മഹിൻ മഹേഷ് അതിൻ്റെ ഇടയ്ക്ക് കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നത്? നീ ആ ശ്ലോകം മൊത്തം വളച്ചൊടിച്ചാലും നീ പറയുന്നതല്ല അതിൻ്റെ അർത്ഥം എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുള്ളിടത്ത് നീ പോകാൻ നോക്ക്. അപ്പോൾ തമ്മിൽ ചർച്ച ഉണ്ടെങ്കിൽ മാന്യമായി സംസാരിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ ബ്ലോക്കും. ബിക്കോസ് എനിക്ക് ഇത്തരം ഹെഡേക്കുകൾ ചെവന്നുകൊണ്ട് നടക്കാൻ താല്പര്യമില്ല. ഇതിന് മുമ്പ് നീ എഴുതിയ കുറേയധികം ഇത് നീ തന്നെ ഡിലീറ്റ് ചെയ്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇതെടുത്ത് ചെയ്യേണ്ടി വന്നത്. കാരണം നിനക്ക് തന്നെ മനസ്സിലായി അതിനകത്തുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന്. കുറേയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിനക്കിട്ട് ഞാൻ തിരിച്ച് മറുപടി തരാൻ വേണ്ടി തന്നെയാണ്. മന്നത്ത് പത്മനാഭൻ പറഞ്ഞത് വളരെ ചെറിയ ഒരു കാലം കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ നീതിയാണെന്ന് നീ പറയുന്നുണ്ട്. ഇനി വേറൊരു കാര്യമുണ്ട്. നീ പറഞ്ഞത് ബ്രഹ്മാവിനെ പോലെ എല്ലാവരും ജീവിക്കണം, അല്ലെങ്കിൽ രാമനെ പോലെ ജീവിക്കണം എന്നൊന്നും ഹിന്ദു പ്രമാണങ്ങൾ പറയുന്നില്ല. ശ്രീരാമന്റെ കാലത്ത് തന്നെ നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നു. അവരായിരുന്നു ചാർവാകം. അത് ഞാൻ സമ്മതിച്ചു. ചാർവാകനെ കൊല്ലുക എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം എന്ന് നിങ്ങൾ ബ്രാഹ്മണന്മാരോട് നായന്മാരോടൊക്കെ പറയുന്നത് അറിയാം. ബ്രാഹ്മണന്മാർ നായന്മാരോട് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ രാമനും കൃഷ്ണനും എല്ലാം ജീവിച്ചിരുന്നവർ എന്ന് സമ്മതിച്ചു തുടങ്ങിയോ? അങ്ങനെ പതുക്കെ പതുക്കെ സമ്മതിച്ചാൽ മതി. ആദമും ഹവ്വയും മാത്രം ഉണ്ടായിരുന്ന ലോകത്തിൽ മറ്റുള്ളവർ എങ്ങനെയാണ് ഉണ്ടായത്? അള്ളാഹു ഇബിലീസിനെ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള സമൂഹത്തിൽ ബഹുഭർത്തൃത്വം ഉണ്ടാവും. അത് സ്ത്രീയുടെ സമൂഹത്തിലെ സ്ഥാനത്തെയാണ് കാണിക്കുന്നത്. മരുമക്കത്തായവും നായർ സ്ത്രീകളുടെ അധികാരവും ലോകം മുഴുവൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. നായർ സ്ത്രീകൾക്ക് ഭയങ്കര അധികാരം ഉള്ളത് കൊണ്ടാണ് അവിടെ ആര് വന്നാലും നായർ സ്ത്രീ ഭർത്താവിനെ പിടിച്ച് പുറത്തേക്ക് ആക്കിയിട്ട് നമ്പൂരീശനെ പിടിച്ച് കിടത്തി അവൻ്റെ സ്വത്തുക്കൾ എഴുതി വാങ്ങി അവന് കൊച്ചുണ്ടാക്കി കൊടുക്കുന്നത്. അതൊരു പ്രത്യേകതര സമ്പ്രദായവും ഭയങ്കര ഫ്രീഡവുമാണ്. മരുമക്കത്തായം ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതലുള്ളത് മരുമക്കത്തായം തന്നെയാണ്. അതുകൊണ്ട് സ്ത്രീകൾ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസഹ്, ഹുല തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾക്ക് ഫേവറായിട്ട് അതിനകത്തുണ്ട്. സ്ത്രീകൾ നിശ്ചയിക്കുന്നതാണ്. സ്ത്രീകൾ പറഞ്ഞത് തന്നെയാണ്. ഒരു വരി അങ്ങോട്ട് ഇട്ടാൽ തീർന്ന്. എല്ലാ രീതിയിലും സ്ത്രീകൾക്ക് സപ്പോർട്ടീവായി നിൽക്കുന്ന, സ്ത്രീകളെ ഉന്നതിയിൽ വെച്ചിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇസ്ലാം കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് എത്ര പെണ്ണുങ്ങൾ ഇതുപോലെ വ്യഭിചാരിച്ച് നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ പോലും എത്ര പെൺകുട്ടികൾ അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ വ്യഭിചാരം കാണിക്കുന്നതായി നിങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞുതരാം. പക്ഷെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുണ്ട്. പാഞ്ചാലി, കുന്തി തുടങ്ങി ഇത്യാദി കർമ്മങ്ങൾ ഉണ്ട് തന്നെയാണ്. ഇനി എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് രാമ 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 പാകിമ, രാമപാദം ചേരണേ മുകുന്ദ രാമ പാകിമ, രാമന്റെ പാദങ്ങളിലേക്ക് പോയി വീഴണം എന്നുള്ളതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അല്ലേ? ശരിയല്ലേ? ഇതിനെ പറ്റിയിട്ട് നമ്മുടെ ശ്യാംകുമാർ സാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ പേര് എൻ്റെ പേർക്ക് കേസും കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നെ കോട്ട് എടുത്ത് ഇവിടെ കാണിക്കുന്നത്. കോട്ടെ. കേരളത്തിലെ ഗ്രഹങ്ങളെല്ലാം പ്രത്യേകിച്ച് നായർ സമുദായങ്ങളിലും ഒക്കെ തന്നെ ചൊല്ലിക്കൊണ്ടിരുന്ന, ഈഴവ സമുദായത്തിലും ഒക്കെ തന്നെ ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു സങ്കീർത്തനമാണ് ഈ രാമരാമ പാടിമ എന്നുള്ളത്. അതിനകത്ത് പറയുന്നത് ഭംഗിയോടെ ബ്രാഹ്മണർക്ക് ഭൂമി തന്നെ കൊടുക്കുവാൻ.
അവതരിച്ച രാമരാമ ഭാഗ്യം. ബ്രാഹ്മണർ ഭംഗിയോടെ ബ്രാഹ്മണർക്ക് ഭൂമി തന്നെ നൽകുക അവതരിച്ച രാമരാമ ഭാഗ്യമ. എന്നിട്ടേ ബ്രാഹ്മണൻ മാത്രം ജീവിച്ചാൽ മതിയാ? ഭൂമി കൊടുക്കാൻ രാമൻ അവതരിക്കുക. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പുരാണ പാരമ്പര്യം കൊണ്ടുവന്നതിന് ഒരു പാവപ്പെട്ടവൻ, ഒരു ദളിതന്, ഒരു ആദിവാസിക്ക് ദാനം കൊടുക്കണമെന്ന് പറയുന്ന ഒരു ശ്ലോകം ഉണ്ടോ ഈ പുസ്തകത്തിൽ? ഒരു ശ്ലോകം ഇല്ല. അടിസ്ഥാനപരമായി ഇന്ത്യയിൽ ഇതിഹാസ പുരാണ പാരമ്പര്യങ്ങളെല്ലാം തന്നെ ബ്രാഹ്മണർക്ക് അനുകൂലമായിട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഈ ബോധവും പേരിക്കൊണ്ടാണ് കേരളീയ സമൂഹം ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അമ്പലങ്ങളിൽ പോലും ബ്രാഹ്മണർക്ക് ഇത് കൊടുക്കുന്നത്. ബ്രാഹ്മണൻ, ഞാൻ ചോദിക്കട്ടെ, ഈ കലപ്പ എടുത്ത് ഉഴുകുന്ന ഒരു ബ്രാഹ്മണനെ നിനക്കൊന്ന് കാണിച്ചു തരാം. അറിയാം, ക്ലീനിങ് വർക്ക് ചെയ്യുന്ന ഒരു ബ്രാഹ്മണനെ നിനക്ക് കാണിച്ചു തരാം. അഗ്രഹാരങ്ങളിലൊക്കെ പോയി നോക്കുക, ഏറ്റവും ബിലോ പോവർട്ടി ലൈനിലുള്ള ബ്രാഹ്മണന്മാരും അവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഒരാളും ഇതുപോലെ അഷിഡ് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയോ നിങ്ങൾക്ക് അറിയാമോ? ഉണ്ടോ? ഏതെങ്കിലും ഒരു ബ്രാഹ്മണൻ കലപ്പയെടുത്ത് ഉഴവ് കൃഷി, അതായത് കൃഷിക്ക് ഇറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ബ്രാഹ്മണനെ ഒന്ന് കാണിച്ചു തരാമോ? അങ്ങനെ ഒരു ബ്രാഹ്മണനുണ്ടോ? പിച്ച എടുത്താൽ പോലും ബ്രാഹ്മണ്യം വിട്ട് ചിന്തിക്കാത്ത ബ്രാഹ്മണരുള്ള ഒരു സമൂഹമാണ് നിങ്ങളുടെ എന്നുള്ളത് വസ്തുത. എന്ത് ഞാൻ പറയുന്നതല്ല, പൊതുസമൂഹം പറയുന്നു. കർക്കിടക മാസത്തിൽ കുത്തിയിരുന്ന് വായിക്കുന്ന പുസ്തകമാണ് രാമായണം. രാമായണത്തിൽ എവിടെങ്കിലും മനുഷ്യരെക്കാരും തുല്യരാണെന്ന് പറയുന്നുണ്ടോ? എഴുത്തച്ഛൻ എഴുതിയ കിളിപ്പാട്ട് രാമായണമാണ്. 30 ദിവസം ഇത് വായനയാണ്. എന്താണ് വായിക്കുന്നത്? കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനവാം സുസഞ്ചയം മമചേതോ ദർപ്പണത്തിന്റെ മാലിന്യമത് തീർത്ത് ചേതസീ തെളിഞ്ഞിടുവാൻ വണങ്ങുന്നേൻ. ബ്രാഹ്മണരുടെ കാലിലപ്പൊടി എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേ ഭഗവാനെ. പ്രാർത്ഥിക്കുക, ബ്രാഹ്മണരുടെ കാലിലപ്പൊടി എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 കിലോ വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്ന് 50 രൂപയുടെ ചന്ദനത്തിരി മേടിച്ച് കർപ്പൂരം വിലക്കെടുത്തുകൊണ്ട് വന്നിട്ട് ബ്രാഹ്മണ്യത്തെ പാടി പുകഴ്ത്തുക കർക്കിടക മാസം മുഴുവൻ. ഇത് പറയിപ്പിക്കുന്നതാണ് നിങ്ങൾ. ഇതുപോലെ ഒരു 100 കാര്യങ്ങളുണ്ട്. ഇത് കമ്പാരിസണോ ആരെയും ഇൻസൾട്ട് ചെയ്യാനോ ഒന്നുമല്ല പറയുന്നത്. ഇനി നമുക്ക് ബാങ്ക് വിളിയിലേക്ക് വരാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു എന്നാൽ ദൈവം എന്നാണ് അർത്ഥം. അതൊരു ഭാഷയുടെ ഇതിൽ ഈ അറബിക് വേർഡാണ്. അല്ലാഹു എന്നാൽ ദൈവം, ദൈവമാണ് വലിയവൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ദൈവമാണ് വലിയവൻ എന്നാ പറയുന്നത്. നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് വന്ന് പ്രേയറിനിരിക്കൂ. ഞാനാണ് വലിയവൻ, അദ്ദേഹമാണ് വലിയവൻ, അദ്ദേഹത്തിൻ്റെ താഴെ എല്ലാവരും മനുഷ്യരെല്ലാം ഒന്നാണെന്ന് പറയുന്നത്. ദൈവം വലിയവൻ എന്നല്ലേ നിങ്ങളും പറയുന്നത്? ദൈവത്തിനാണല്ലോ നിങ്ങളും പ്രീഷ്യസ്നസ് കൊടുക്കുന്നു, പ്രിയോറിറ്റൈസ് ചെയ്യുന്നു. അത് തന്നെ അവിടെയും ചെയ്യുന്നുള്ളൂ. ആ വിളിച്ചു പറയുന്ന 5 മിനിറ്റ് ബാങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് ബ്രാഹ്മണക്കുന്നവനിക്കാണ് ക്വാളിറ്റി എന്നും ബ്രാഹ്മണനെ നോക്കണമെന്നും പറഞ്ഞിട്ടുണ്ടോ? തങ്ങളെ കുടുംബത്തിലുള്ളവർ ഭയങ്കര സംഭവം, റാവുത്തർ കുടുംബത്തിലുള്ളവർ ഭയങ്കര സംഭവം, വടുവ കുടുംബത്തിലുള്ളവർ കുഴപ്പം, അവരെ തല്ലണം, കൊല്ലണം, വെട്ടണം എന്ന് എവിടെയെങ്കിലും പഠിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെള്ളിയാഴ്ച കുത്തുബകളിൽ എവിടെയെങ്കിലും ഈ വൾഗറിസം എഴുന്നള്ളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നിട്ടും ആ 5 മിനിറ്റ് ബാങ്കുലിയെ നിങ്ങൾക്ക് പ്രശ്നം. ഇദ്ദേഹം രാമായണം പാരായണം ചെയ്യുമ്പോൾ ഞാനിരുന്ന് കുലുങ്ങിയത് കണ്ടു. എന്തുകൊണ്ടെന്നറിയാമോ? ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഏറ്റവും ഹൃദ്യമായി ഞാൻ ശ്രവിച്ചിരുന്ന ഒരു കാര്യമാണ് രാമായണ പാരായണം. ഒരുപാട് ഇഷ്ടമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ബാല്യകാലം ഓർമ്മ വരും. സുഖമുള്ളൊരു കാര്യമാണ്. സംഗീതാത്മകമായി അതിങ്ങനെ ആലപിക്കുന്നുണ്ട്. ഇന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചെവിയിൽ എന്തോ തീ കോരിയിടുന്ന കണക്ക് ഫീലിംഗ് ആണ്. കാരണം അതിൻ്റെ അർത്ഥം എനിക്കറിയാം. എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു വേറുകൃത്യമില്ല, വ്യത്യസ്തതയില്ല. ഞങ്ങളാരും മനുഷ്യരല്ലാതെ കണക്കാക്കുന്ന ഒരു രീതി ഞങ്ങളുടെ സമൂഹത്തിലേ ഇല്ല. സ്ത്രീകൾക്ക് ഒരു പടി കൂടെ പ്രിഷ്യസ്നെസ്സും പ്രിയോറിറ്റിയും കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. മരുമക്കത്തായത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഇതൊക്കെ വന്നത്. മരുമക്കത്തായം പറയാം. മലപ്പുറം അങ്ങോട്ടുള്ള വടക്ക് സൈഡിലുള്ള ആൾക്കാരൊക്കെ തന്നെ ഇന്നും മരുമക്കത്തായമാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടുള്ള ലാഭം ഒന്നേ ഉള്ളൂ. എന്താണെന്നറിയാമോ? അമ്മായിയമ്മ മരുമകൾ പോരവിടെ ഉണ്ടാവില്ല. കാരണം മകനാണ് വീട്ടിലേക്ക് വരുന്നത്, മകൾ അങ്ങോട്ടല്ല പോകുന്നത്. ആ ഒരു ലാഭം മാത്രമാണ് ഈ മരുമക്കത്തായം എന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. സന്തോഷമാണ് അതിനകത്ത്. മറിച്ച് യാതൊരു ലാഭവുമില്ല. തോന്നിയ പടിക്ക് തോന്നിയ കണക്ക് ആണുങ്ങളെ കയറ്റി ഇറക്കാം എന്ന് പറയുന്നത് വാസവദത്ത പാരമ്പര്യമാണ്. ആ പാരമ്പര്യമുള്ള നിങ്ങൾക്ക് ഇതിനെ ഖണ്ഡിക്കണമെന്ന് തോന്നും. വളരെ ജെന്യുവിനായി കൃത്യമായി ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഒപ്പം നിൽക്കുന്ന ഹൈന്ദവ കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യർക്ക് എന്നോട് ദേഷ്യം വരും. എനിക്കത് ഇഷ്ടമില്ല. ഞാൻ അവരെ അല്ല ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകില്ല. പക്ഷേ ഇത് പറയേണ്ട ഒരു ഗതികേടിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്നത് നിങ്ങൾ മനഃപൂർവ്വമാണ്. ഞാൻ അങ്ങനെ ആരെയും അവഹേളിക്കാൻ, മറ്റു മതവിഭാഗക്കാരെ അവഹേളിക്കാൻ ഞാൻ തയ്യാറല്ല. പണ്ടവരെന്തായിരുന്നോ, അവരുടെ പുരാണങ്ങളിൽ എന്തായിരുന്നോ എന്നുള്ളതിൽ വെച്ചല്ല ഞാൻ അവരെ അനലൈസ് ചെയ്യുന്നത്. എൻ്റെ ഒപ്പം അവരെങ്ങനെയാണ്, ഇന്നത്തെ സമൂഹത്തിൽ അവരെങ്ങനെ ജീവിക്കുന്നു എന്നതിനെ കൺസേൺ ചെയ്താണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അവരെ സൗഹൃദങ്ങളിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നത്. അമ്പലത്തിൽ പോകുമ്പോൾ കഴകക്കാരൻ തൊട്ട് അവിടെ പൂജിക്കുന്നവൻ വരെ ബ്രാഹ്മണൻ വേണമെന്ന് നിഷ്ഠ പിടിക്കുന്നവൻ എൻ്റെ സൗഹൃദത്തിൽ ഉണ്ടാകില്ല. ഏതെങ്കിലും ഒരു പള്ളിയിലോ ഏതെങ്കിലും ഒരു ചർച്ചിലോ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അന്യമതസ്ഥർ പ്രവേശിക്കരുതെന്ന്? പക്ഷേ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. എവിടെയെന്നറിയാമോ? അമ്പലങ്ങളിൽ. വ്യത്യാസം നിങ്ങൾക്കാണുള്ളത്. വ്യത്യാസവും വിദ്വേഷവും വിവരക്കേടും നിങ്ങളുടെ മനസ്സിലാണ്, ഞങ്ങളുടെ മനസ്സിലല്ല. അതില്ലാത്തടത്ത് ഞങ്ങളെ അങ്ങനെ ആക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്.
ഇപ്പോഴും ഞാൻ പറയുന്നു, എൻ്റെ പൂർവ്വപിതാക്കന്മാരൊക്കെ തന്നെ ഹൈന്ദവ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെയായിരിക്കാനാണ് ചാൻസ്. കാരണം ഞാനൊരു ഇന്ത്യൻ വംശജയാണ്, എൻ്റെ പൂർവ്വപിതാക്കന്മാരും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഈ ഉച്ചനീചത്വങ്ങൾ സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മറ്റു കമ്മ്യൂണിറ്റികളിലേക്ക് അകിഷ്ടരായ ആളുകൾ പോയിട്ടുള്ളത്. ഈ മതത്തിനെ ഡൈനാമിറ്റ് വെച്ച് പൊട്ടിക്കണമെന്ന് പറഞ്ഞത് നമ്മളുടെ ആദ്യത്തെ നിയമമന്ത്രിയാണ്. അംബേദ്കർ പറഞ്ഞതിനകത്തുണ്ട് നിങ്ങൾ എന്താണ്. ഇനിയും മനസ്സിലാകാതെ പൊട്ടക്കണ്ടിൽ തവളയാകാതെ പുറത്തേക്ക് വരാനുള്ള ശ്രമമെങ്കിലും നടത്താൻ നോക്കൂ പ്ലീസ്. അത്രേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. നല്ല സൗഹൃദങ്ങൾ പോലും കളയേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. നിങ്ങളുടെ ഉള്ളിലേക്ക് തീ കോരിയിട്ട് 2014 ഇവിടെ ഭരണം കിട്ടാൻ വേണ്ടി കാണിച്ചൊരു തൊട്ടിയാണ് എന്നുള്ളത് എനിക്കറിയാം. ആ തൊട്ടി നമ്മളെ ഭരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മോശപ്പെട്ട നമ്മളുടെ അവസ്ഥ. അതിനകത്ത് എനിക്ക് കൂടുതലൊന്നും അഭിപ്രായമില്ല. നമ്മുടെ വംശഹത്യ നടത്തിയത് കൊണ്ട് മാത്രമല്ല, രാജ്യത്തെ പൗരന്മാരെ, നമ്മുടെ സഹോദരങ്ങളെ കൊല്ലാനും ബലാത്സംഗം ചെയ്യാനും ആഹ്വാനം കൊടുക്കുന്നതിൽ പരം ഒരു മ്ലേച്ഛത വേറെ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കും. ഇന്ന് നമ്മളാണെങ്കിൽ നാളെ നിങ്ങൾ. ജാതി അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് ഇന്നും ഇവിടെ നിലനിൽക്കുന്നുള്ളത് തെളിവാണ്. 12% വരുന്ന നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രം അവിടെ ഇരിക്കുന്നത്. ബാക്കിയുള്ള വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരങ്ങളിലേക്ക് അവരിയ്ക്കുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ വിഭാഗീയത എനിക്ക് എടുത്തു വെച്ച് പറയാൻ പറ്റും, വിശദീകരിക്കാൻ പറ്റും. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ പറയുന്ന കണക്ക് ഈ മുഹമ്മദ് നബിയുടെ ചര്യകൾ അതേപോലെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ലോകത്ത് ആരെ കൊണ്ട് പറ്റത്തില്ല. കാരണം അത്രയും ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. ആ ഗ്രേറ്റ്നെസ്സിനെ നമ്മൾ വണങ്ങുന്നു, നമ്മൾ ആദരിക്കുന്നു എന്നതിനപ്പുറം അത് ഫോളോ ചെയ്യാൻ ലോകത്ത് ഒരാളെ കൊണ്ട് പറ്റത്തില്ല. ഇനി ഒരാൾ അങ്ങനെ ജനിച്ചു വരാനും സാധ്യമല്ല. അതുകൊണ്ടാണ് അവസാനത്തെ പ്രവാചകൻ എന്ന അദ്ദേഹത്തിന് പേര് തന്നെ കിട്ടിയിരിക്കുന്നത്. ബോധമില്ലാതെ വല്ല വായ്ത്താളവും അടിക്കുന്ന വല്ല വായി നോക്കി എച്ചിലുകളെയും കേട്ടിട്ട് ഞങ്ങളുടെ മതത്തിനെ അവഹേളിക്കുമ്പോൾ തിരിച്ച് ഞങ്ങൾ പറയുമ്പോൾ അത് അവഹേളനമായിട്ട് ചിന്തിക്കരുത്, പറയിപ്പിക്കരുത്. ഒരുപാടുണ്ട് പറയാൻ തുടങ്ങിയാൽ നിർത്താതെ പറയാനുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇവിടെ ബ്രിട്ടീഷുകാർ വന്നാണ് പല രീതിയിലുള്ള ഉച്ചനീചത്വങ്ങളും വൃത്തികേടുകളും വിദ്യാഭ്യാസം പോലും നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളത് തിരിച്ചറിവാണ്, ചരിത്രമാണ്. ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. പഞ്ചമി ഓർമ്മയുണ്ടോ? പഞ്ചമിക്ക് അയ്യങ്കാളി സപ്പോർട്ട് ചെയ്ത ഓർമ്മയുണ്ടോ? അവർക്കൊക്കെ കൂടെ നിന്നത് ആരാണെന്ന് ഓർമ്മയുണ്ടോ? മുഹമ്മദ് അലി ആരാണെന്ന് അറിയുമോ? എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? പട്ടിക്കും പൂച്ചയ്ക്കും പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ കൂടെ വഴി നടക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടായിരുന്നു. 12 അടി ദൂരം, 24 അടി ദൂരം, 48 അടി ദൂരം എന്ന രീതിയിൽ അളന്ന് തിരിച്ച് നിങ്ങൾക്ക് ദൂരം നിശ്ചയിക്കപ്പെടുകയും മറക്കുടയും അതിനുള്ളിൽ നടക്കുന്ന മഹാനരകങ്ങളും ഒക്കെ ഇവിടെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദയവ് ചെയ്ത് വന്ന് എന്നെ പ്രവോക്ക് ചെയ്യരുത്. ഞാൻ ഇന്നത്തിരി സമാധാനകാംക്ഷയായതുകൊണ്ടാണ് സമാധാനപരമായിട്ട് പറയുന്നത്. അപ്പോൾ സ്വസ്തി പ്രജാഭ്യം പരിപാലയന്ത ന്യായേണ മാർഗേണ മഹിൻ മഹേഷ ഗോ ബ്രാഹ്മണഭ്യ ശുഭമസ്തു നിത്യം ലോക സമസ്തു സുഖിനോ ഭവന്തു. എൻ്റെ പുണ്യ സഹോദര, അതിൻ്റെ അർത്ഥം എന്നെ കൊണ്ട് പറയിക്കരുത്. ഞാൻ വളരെ ലൈറ്റിനായി അതങ്ങ് പറഞ്ഞു വെച്ചേ ഉള്ളൂ. വെറുതെ ഓരോന്നും പറയണ്ട. ഇനി ഇതിനെക്കാട്ടി വലിയൊരു ശ്ലോകം വേറൊന്നുണ്ട്. ബ്രാഹ്മണനാണ് ദൈവത്തിന് അതീതൻ എന്ന് പറയുന്നൊരു ശ്ലോകമുണ്ട്. കേൾക്കണോ അത്? ബ്രാഹ്മണൻ എന്താണെന്നും നിങ്ങളുടെ കമ്മ്യൂണിറ്റി ബ്രാഹ്മണ്യം എന്താണ് ചെയ്തതെന്നും ചരിത്രം നോക്കിയാൽ മനസ്സിലാകും. കുറച്ച് മനുഷ്യർക്ക് ഇരുന്ന് തിന്നാൻ വേണ്ടിയിട്ട് ചേറിലിറങ്ങി ജോലി ചെയ്യുന്ന മനുഷ്യരെ നികൃഷ്ടനെന്നും അധമനെന്നും അധകൃതനെന്നും അടിച്ചു പറയുന്ന വൃത്തികെട്ട സമൂഹമാണ് നിങ്ങൾ. നന്ദിയില്ലായ്മ ബ്ലഡിലുള്ള വൃത്തികെട്ട കുറേ ജന്തുക്കളാണ് അവർക്ക് എഗൻസ്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അത് എല്ലാ ഹൈന്ദവരെയുമല്ല. അങ്ങനെ ഒരു നരേഷൻ കൊണ്ടുവരാൻ നിങ്ങൾ നന്നായി ശ്രമിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. ആ നരേഷൻ ഇവിടെ ബാധിക്കത്തില്ല. എൻ്റെ ഒപ്പം നിൽക്കുന്ന ഹൈന്ദവരായ നല്ലവരായ മനുഷ്യർക്ക് എന്നെ മനസ്സിലാകും. എനിക്കത് ധാരാളം തന്നെയാണ്. ഇസ്ലാം കമ്മ്യൂണിറ്റി എന്താണെന്ന് തീർത്ത് ബോധ്യമില്ലാതെ ഈ ചെങ്കുസ്ഥാനികൾ ഇരുന്നു കൊണ്ട് ചെകളത്തരം പറയുന്നതല്ല എന്നുള്ളത് തിരിച്ചറിയാൻ കുറച്ച് മാന്യത മാത്രമേ വേണ്ടുള്ളൂ. മാന്യമായി അത് വായിക്കാം. അതിൻ്റെ ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എല്ലായിടത്തും ഭാര്യയെന്നും ഭരിക്കപ്പെടേണ്ടവളെന്നും പറയുന്നിടത്ത് ഇണയായി തുണയായി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടെയുണ്ട് ആ വ്യത്യസ്തത. വേറെ എങ്ങുമില്ലാത്തൊരു വ്യത്യസ്തത അവിടെയുണ്ട്. ചില കാര്യങ്ങൾ അത് വക്രീകരിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തെറ്റിദ്ധാരണാജനകമായി നിങ്ങളിലേക്ക് എത്തുന്നതുകൊണ്ട് എനിക്കതിനകത്തൊന്നും പറയാനില്ല എന്നുള്ളത് വസ്തുത. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓഫ്കോഴ്സ് ഇതിനകത്ത് എനിക്ക് റവന്യൂ ജനറേറ്റ് ആവില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എഫർട്ട് എടുക്കുന്ന ഇത്തരം വീഡിയോകൾക്കാണ് നിങ്ങൾ റിപ്പോർട്ട് തരിക. നിങ്ങൾ തീർച്ചയായിട്ടും റിപ്പോർട്ട് അടിക്കണം. എനിക്ക് യെല്ലോ തന്നെ കിട്ടട്ടെ. ഇത് ഞാൻ പൊതുജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്ത വീഡിയോ ആണ്. നന്ദി. കൂടുതൽ കമൻസ് ഉണ്ട്. അതിനുള്ള മറുപടിയുമായി വീണ്ടും കാണാം. ടാറ്റാ.